നമസ്കാരം, വിസ്പറിംഗ് വൈൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ചെടി നട്ടിട്ട് ഇപ്പോൾ ഏകദേശം 2.5 മാസം കഴിഞ്ഞു. ആദ്യത്തെ 2.5 മാസം ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഫേസ് ചെയ്ത പ്രതിസന്ധി കീടങ്ങളുടെ അറ്റാക്ക് തന്നെയായിരുന്നു. ഈ തോട്ടത്തിൽ പ്രത്യേകിച്ച് പുല്ലുകളും കളകളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കീടങ്ങൾ മെയിനായിട്ട് നമ്മളെ കുരുമുളകിനെ തന്നെയായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തത്. കുരുമുളകിൻ്റെ തിരിൽ കട്ട് ചെയ്ത് തിന്ന് കുറേ ചെടികൾ മുരടിച്ചു പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ കീടങ്ങളെ നാച്ചുറലായിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തതെന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ജൂൺ മാസം അവസാനമായിരുന്നു നമ്മൾ ചെടി നട്ടത്. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. മണ്ണ് എപ്പോഴും നല്ല നനഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഞ്ഞളിപ്പ്, ഇല ചീയൽ, വേര് ചീയൽ, മുരടിപ്പ് ഇതുപോലത്തെ കുറേ രോഗങ്ങൾ വന്ന് കുറേ ചെടികളൊക്കെ നശിച്ചുപോയി. അതിനുശേഷം വെയിൽ വന്നു തുടങ്ങി. ഓഗസ്റ്റ് പകുതിക്ക് ശേഷം വെയിൽ വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ഇതൊക്കെ നന്നായിട്ട് വളരാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ നമ്മൾ വീണ്ടും മേൽവളമായിട്ട് അടിവളം കൊടുത്തതിൻ്റെ സെയിം വളങ്ങൾ തന്നെ മേൽവളമായിട്ടും കൊടുത്തു. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്തു. പിന്നെ നമ്മൾ സ്യൂഡോമോണസും നീം ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡും 2 ആഴ്ച കൂടുമ്പോൾ മാറി മാറി അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത് റൂട്ട് ബൂസ്റ്ററാണ്. അപ്പം നന്നായിട്ട് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് ബൂസ്റ്റർ ഹോർമോൺ കുറച്ച് മേലുകളായിട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ്റെനൻസ് നമ്മൾ കൊടുത്തത്. ഇപ്പം നന്നായിട്ട് വെയിലുള്ള സമയമായതുകൊണ്ട് നന്നായിട്ട് കയറി വരുന്നുണ്ട്. ചില ചെടികളൊക്കെ 3 to 4 അടിയൊക്കെ വളർന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വേര് പിടിപ്പിച്ച ചെടികളാണെങ്കിൽ തിരുവാതിര, ഞാറ്റുവേല ആ സമയത്ത് നടുന്നതിനേക്കാളും ബെറ്റർ കുറച്ചും കൂടി മഴയൊക്കെ കുറഞ്ഞ് ഒരു വെയിലൊക്കെ കിട്ടുന്ന സമയമായത്, അതായത് ഓഗസ്റ്റ് പകുതിക്ക് ശേഷം നടുന്നതായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് മഴയൊക്കെ കുറഞ്ഞ് വെയിൽ കൂടുതൽ വരാൻ പോകുന്ന സമയമാണ്. അപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സോയിലിൻ്റെ വാട്ടർ റിറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഓർഗാനിക് കമ്പോസ്റ്റ്, മാന്യൂർ വളങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഇടാൻ പോകുന്നത്. അതുകൂടാതെ ഇലകളും ചില്ലകളും ഒക്കെ വെട്ടി നന്നായിട്ട് മൾച്ച് ചെയ്ത് സൂര്യപ്രകാശം ഡയറക്റ്റ് മണ്ണിലേക്ക് അടിക്കാതെ നോക്കാനും നമ്മൾ ശ്രദ്ധിക്കും. നമ്മളിവിടെ ഇറിഗേഷന് വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ 2.5 മാസത്തെ അപ്ഡേറ്റ്സ്. ഇതുകൂടാതെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.